ഏതോ അജ്ഞാത സ്ഥലത്താണവൻ. ആ അവിശ്വാസിയുടെ ജൽപ്പനങ്ങളിൽ വഴിതെറ്റിയ മന്ദബുദ്ധികൾ മരണത്തിലേക്ക് പായുകയാണ് പ്രഭു. എങ്ങനെയും അവരെ തടയണം, അവനെ ഉന്മൂലനം ചെയ്യണം. അതെ, ഇല്ലെങ്കിൽ ഭരിക്കാൻ പ്രജകളില്ലാത്ത രാജ്യത്തിന്റെ രാജാവ് എന്നങ്ങ് അറിയപ്പെടും. ഞാൻ കാലാകാലങ്ങളായി സാംശീകരിച്ചു വെച്ച ശബ്ദത്തിന്റെ ബീജുകൾ ആളുകളിൽ പ്രസരിപ്പിച്ച് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നോക്കിയാലോ? ആദ്യം അവന്റെ താവളം അറിയണം. ശബ്ദശാസ്ത്രത്തിൽ മാത്രമല്ല, ചാരവൃത്തിയിലും ഈ ശ്രവണൻ അഗ്രഗണ്യനാണ്. രഘുരാമ, കാഴ്ചയുടെ ഔഷധം വെറും ഒരു സിദ്ധിയല്ല, മഹാത്യാഗമാണത്. കാഴ്ച നേടാൻ ആത്മശുദ്ധി വേണം. ഔഷധം സേവിച്ച് പൗർണമി രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടറയിൽ കിടന്ന് സൂര്യോദയം വരെ പ്രാർത്ഥിക്കാൻ നിന്നെ വിശ്വസിച്ചവരോട് പറയൂ. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? കുടിച്ചല്ലോ? ഇല്ല, ഞാൻ കണ്ടു. മറ്റുള്ളവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാം. കയ്പ് കയ്പ്. വരാനിരിക്കുന്ന മധുരക്കാഴ്ചയുടെ നാദിയാണ്.
രഘുരാമ, രഘുരാമ! കാഴ്ചയുടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് ഇതിനു മുമ്പും പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഈ കൺകാണിത്തറയുടെ കഠിന പരീക്ഷ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഊഴം നിന്റേതാകും. കൺകാണിത്തറയിൽ നീ അറിയുന്ന ഒരാളെ കയറ്റി നിർത്തും. ശബ്ദം കൊണ്ടോ ഗന്ധം കൊണ്ടോ സ്പർശം കൊണ്ടോ അറിയാതെ കണ്ണുകൊണ്ട് കണ്ട് അതാരാണെന്ന് പറയണം. അത് സത്യമായാൽ നീ സത്യമാണ്. ഞങ്ങൾ അംഗീകരിക്കും. നാദമണി 3 മുട്ടുന്നതിന് മുമ്പ് അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് നീ വെറും ഒരു അവിശ്വാസി. എന്റെ മുന്നിൽ ഒരു മതിലാണ്. അതിന്റെ മറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. മറവ എന്താണത്? കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു. സേനാധിപ, ഇല്ലാത്ത മറവിനെ കുറിച്ച് പറയുന്ന ഇവന്റെ നാവ് പിഴുതെറിയും. വിജയന്ത മഹാരാജാവേ, കാഴ്ച എന്തെന്നറിയാത്ത അങ്ങയോട് മതിലിന്റെ മറവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാഴ്ചയുടെ മഹത്വം പാടി പണ്ട് ഈ താഴ്വരയിലെത്തിയ മഹാത്മാക്കൾക്ക് അന്ധരായ നിങ്ങൾ നൽകിയ ശിക്ഷ എനിക്കും തന്നുകൊള്ളൂ. പക്ഷേ ഒന്നുണ്ട്, ത്യാഗത്തിന്റെ കയ്പുനീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്ന് ഉണരട്ടെ. ഉണർന്നെഴുന്നേറ്റ് അവർ ഈ താഴ്വരയിലെ ഗോത്രങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇടിച്ചു നിരത്തും. കൊട്ടാരത്തിലേക്ക് ഇരമ്പി വരുന്നു. പുറത്ത് കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരവമാണ്. ആ കൊടുങ്കാറ്റിന്റെ കരുത്തിൽ തലമുറകളായി ആവർത്തിച്ചു വന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയും. വിജയന്ത മഹാരാജാവേ, ഞങ്ങളുടെ രഘുരാമനെ വിട്ടുതരൂ. അങ്ങയുടെ പടയാളികളുടെ ആയുധങ്ങളും കൊട്ടാരത്തിന്റെ കവാടങ്ങളും അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. മഹാരാജാവേ, ഇനിയെങ്കിലും അങ്ങ് എന്നെ വിശ്വസിക്കൂ. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അവരെ തടഞ്ഞു നിർത്താം. കാഴ്ചയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് തെളിയിച്ചു തരാം. മന്ത്രി മുഖ്യ, വിലങ്ങഴിച്ചവനെ കവാടത്തിലെത്തിക്കും. അരുത്, അരുത്, കല്ലെറിയരുത്, അരുത്. ഞാനാണ് രഘുരാമൻ, ഞാനാണ് രഘുരാമൻ, ഞാനാണ് രഘുരാമൻ. നിങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കാൻ ഈശ്വരൻ നിയോഗിച്ചവൻ. അങ്ങയെ പീഡിപ്പിച്ച രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ. നിൽക്കൂ. രാജാവും നിങ്ങളെപ്പോലെ നിരപരാധിയാണ്. കാലാകാലങ്ങളിലായി ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെട്ടുപോയ ജനതയുടെ രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ വെളിച്ചം നിങ്ങൾ തന്നെ നിറയ്ക്കണം. അരുത്, അടുക്കരുത്. അന്ധതയുടെ മറവിൽ ദുഷ്ടനായി ഈ രാജാവ്
ദുർഭരണം നടത്തുകയാണ്. നീ തന്ന കണ്ണുകളിലൂടെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാറാം. ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജാവിന്റെ രക്തമാണ്. ഈ കൊലവരി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തന്ന എന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിങ്ങളും ഞാനും ഈ രാജാവുമെല്ലാം യുഗയുഗാന്തരങ്ങളായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട മാനവരാശിയുടെ പ്രതീകങ്ങൾ മാത്രമാണ്. പുറത്തു കടന്നവർ കാത്തു നിൽക്കുന്നു. പോകുന്നില്ലേ? ഇലാമാ പഴങ്ങൾ ആരാധനാദോഷങ്ങളാണ്. ഈ ലോകം അന്ധമാണ്. ദൈവമേ, എനിക്കാരെയും കൊല്ലണ്ട. എനിക്കാരോടും പകയില്ല. എനിക്കവരെ തടയണം. ഇത് ഗുരുകാരുണ്യമാണ്. ഇനി അവനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. നേരം പുലരുന്നതിന് മുമ്പ് ക്യാമ്പിലെത്തണം. എന്റെ വാപ്പയും അമ്മയും അവരെ ഒന്ന് ഉണർത്തി തരുമോ?